നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല വെറൈറ്റി ഒരു സാധനമാണ്. അത് എന്താന്ന് ചോദിച്ചാൽ കൊറിയൻ സ്വീറ്റ് ഫാൻ കേക്കാണ്. അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ വരേണ്ട ടൈം ആകുമ്പോൾ വേഗം ഇങ്ങനെ പരത്തി ഉണ്ടാക്കിയെടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചൂടുള്ള 1 കപ്പ് വെള്ളം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നമുക്ക് 2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഇവിടെ മൂടി വെക്കാം. അതൊന്ന് ആക്റ്റീവായി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, ഈസ്റ്റൊക്കെ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആക്റ്റീവായി പതഞ്ഞ് നൊരഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിയതുപോലെ ഉണ്ടാവും കേട്ടോ മക്കളെ. നമുക്ക് വേണ്ടത് കുറച്ച് ലൂസായിട്ടാണ്. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ ഈ ബോളിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടതാണ്. കണ്ടില്ലേ, ഈ ലെവലിൽ വേണം മാവ് കുഴയ്ക്കാൻ. ഇത് കണ്ടില്ലേ, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് കൈ ഒന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് ഈ മാവിൻ്റെ മേലെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കയ്യിൽ ഒട്ടത്തൊന്നുമില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇനി മാവ് ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ ഇരുന്ന് ഇതിൻ്റെ 1ക്ക് ഡബിളായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത നിലക്കടലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത ഇങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാന്നുള്ളതാണ്. ഈ കടലേനെ നമുക്ക് ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പട്ട ചെറിയതായിട്ട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കിനി ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഞാനിതൊന്ന് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചില്ല, ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കരട് മുരടായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് എള്ളിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ ശർക്കരയിലെ കട്ടകളുണ്ടെങ്കിൽ ഒന്ന് മിക്സാക്കിയിട്ടും പൊടിച്ചിട്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശർക്കര ഇല്ലാതെ പഞ്ചസാരയിലും ഇതേപോലെ മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കരയും നമ്മുടെ എള്ള്, കടല ഇതൊക്കെ പാടെ മിക്സാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ദാ ഇങ്ങനെ കരട് മുരടായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മാവ് ഡബിൾക്ക് ഡബിളായിട്ട് പൊന്തി നൊരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടാം ആദ്യം. എന്നിട്ട് ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ടേബിൾ മേലും കൂടി ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് ഇവിടെ എടുത്ത് വെക്കാം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ ഇത്ര വലിപ്പമുള്ള കഷ്ണമാണ് ആക്കിയെടുത്തിട്ടുള്ളത്.
ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ എല്ലാതും ഉരുളയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉരുളകളാക്കിയപ്പോൾ 9 ഉരുളകളുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഉരുള അങ്ങ് എടുക്കാം. എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കൈ കൊണ്ട് തന്നെ. ആദ്യം നമുക്ക് ഇത്രയും ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ, വല്ലാതെ ഒന്നും വെച്ച് പരത്തണ്ട, കൈ കൊണ്ട് വെച്ച് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ നമ്മൾ മിസ്സാക്കിയ മിസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നടുക്കേ വെക്കാവ്, സൈഡിൽ പെടാതെ നോക്കണം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ, പിന്നെ ഇതിങ്ങനെ എടുത്ത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. പതുക്കെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളു പണി. അതാണ് ഞാൻ പറഞ്ഞത്, മാവ് കുഴച്ച് വെച്ചാൽ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പറഞ്ഞത് ഇതാണ്. ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നാൽ ഇതിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയ തീ വെച്ച് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മക്കളെ, ഇത് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇത് ഇട്ടിട്ട് ഇപ്പം ആവട്ടെ പറഞ്ഞിട്ട് ആ വിളക്കൊന്ന് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടൊന്നും പോവരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, വേഗം ആയിക്കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ വശം നല്ല പാകത്തിന് ആയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അപ്പുറത്തെ സൈഡ് ഇതേപോലെ ഒന്ന് കളറായി വരട്ടിട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ സൈഡ് ഒന്ന് കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ മക്കളെ, ഇത് എണ്ണ കുടിക്കുമെന്ന് പേടിക്കണ്ട കേട്ടോ. ഇത് എണ്ണ ഒന്നും കുടിക്കില്ലേ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സ്വർണ്ണ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെക്കാം. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഇതും അതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. അങ്ങനെ നമ്മുടെ കൊറിയൻ ഫാൻ കേക്ക് നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാതും ഇങ്ങനെ സോഫ്റ്റായിട്ട്. കണ്ട, ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. അയ്യോ, കണ്ടില്ലേ, പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ മക്കളെ, ഇത് നമ്മൾ ചെറിയ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ തേന് കഴിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. എന്നാൽ വലിയ ഓയിൽ വേണ്ട, ഒന്നും വേണ്ട, എല്ലാം കുറച്ച് മതി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.